അദ്ധ്യായം 9. ദുഃഖം വിജയമാക്കിയവൾ. ഒരുപാട് ഭയന്നാണ് കയറി ചെന്നത്. പക്ഷേ ഇന്നവിടെ ആകെ മാറിപ്പോയിരിക്കുന്നു. മുറ്റം നിറയെ പുല്ല് വളർന്നിരിക്കുന്നു. ഇറയത്താകെ മാറാലയും പൊടിയും. വൃത്തിഹീനമായ അന്തരീക്ഷം. ആൾതാമസമില്ലാത്ത വീട് പോലെ. അമ്മേ എന്ന് ഒരുപാട് വിളിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. എല്ലും തോലുമായ ശരീരം. അവിടവിടെ കീറിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. മുഖമാകെ കരിവാളിച്ചിരിക്കുന്നു. തലമുടിയെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നു. അതെ, തൻ്റെ രണ്ടാനമ്മ. അവരാണത്. ആരാ? വളരെ നേർത്ത ശബ്ദത്തിൽ അവർ ചോദിച്ചു. ഞാനാണമ്മേ, ആബേല. പെട്ടെന്ന് ഞെട്ടിയ അവർ കുറേ നേരം നിശബ്ദയായി തന്നെ നോക്കി നിന്നു. പിന്നെ ഒരുപാട് കരഞ്ഞു. തന്നോട് മാപ്പു പറഞ്ഞു. നിന്നെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു മോളെ. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. കൂട്ടുകാരുടെയും അയൽക്കാരുടെയും കളിയാക്കലുകളിൽ എൻ്റെ ദുർനടപ്പിലെല്ലാം മനംനൊന്ത് എൻ്റെ മോൻ, നിന്റെ അനിയൻകുട്ടൻ, നാട് വിട്ടുപോയി. അവൻ്റെ വേർപാടിൽ തകർന്നു പോയി ഞാൻ. പിന്നീടാണ് തൻ്റെ ശരീരത്തിൽ ക്യാൻസർ എന്ന രോഗം പിടിപെട്ടിട്ടുണ്ടെന്നറിഞ്ഞത്. മരുന്നിന് പോയിട്ട് ഭക്ഷണത്തിന് പോലും വകയില്ല. മരണത്തെ മാത്രമേ വിരുന്നുകാരനായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അതിനു മുൻപ് മോളെ കാണാൻ കഴിഞ്ഞല്ലോ. അവർ ഒരുപാട് കരഞ്ഞു. അവരുടെ കണ്ണുനീർ തുടച്ചു. ഇനി താനുണ്ടാവും അമ്മയ്ക്കരികെ എന്ന് പറഞ്ഞ് ആബേൽ അവരെ ചേർത്ത് നിർത്തി. ആ മുടിയിഴകളിൽ തലോടി. ദിവസങ്ങൾ കഴിഞ്ഞു. ആബേല പാറമടയിൽ ജോലിക്ക് പോയി തുടങ്ങി. പോകുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ വീട്ടുജോലിയും. ദുഃഖങ്ങളുടെ ചങ്ങലകൾ അവൾ പൊട്ടിച്ചെറിഞ്ഞു. അഭിമാനത്തോടെ അവൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയി. ആബേലയുടെ സാമീപ്യം വീടിനെയും രണ്ടാനമ്മയെയും പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അവരുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം വീശി. ജോലി ചെയ്ത് വീട്ടുചെലവിനും അമ്മയുടെ മരുന്നിനും മാറ്റിവെച്ച് മിച്ചം വരുന്ന പണം കൊണ്ട് അവൾ പാതി വഴിയിൽ മാറ്റിവെച്ച തൻ്റെ 10ാം തരം വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി. ഉന്നത മാർക്കോടെ വിജയിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. പുറം ജോലിക്ക് പുറമെ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു. നല്ല വരുമാന മാർഗമുണ്ടാക്കി. അമ്മ ആദ്യത്തേതിലും ആരോഗ്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പല പരീക്ഷകളും എഴുതി. അവസാനം നല്ലൊരു ഉദ്യോഗം നേടിയെടുത്തു. നല്ലൊരു തുക മാസം വരുമാന മാർഗമായി. ഡോക്ടർമാർ മരണം എന്ന് വിധിയെഴുതിയ ക്യാൻസർ രോഗികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസുകളും കലാപരിപാടികളും അടങ്ങിയ ഒരു സംഘടനയുണ്ടാക്കി. അതിൽ ക്യാൻസർ രോഗികൾ മാത്രമല്ല, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒത്തിരി ആളുകളുണ്ട്. ഈ സംഘടനയോട് ചേർന്ന് ആരോരുമില്ലാത്തവർക്കായി ഒരു വീടും നിർമ്മിച്ചു. നല്ലവരായ പല ആളുകളുടെയും സാമ്പത്തിക സഹായവും ഇതിനുണ്ടായിരുന്നു. ആ വലിയ വീട്ടിൽ ഇന്ന് 30ഓളം താമസക്കാർ. പിന്നെ തൻ്റെ കീഴിൽ ജോലിക്കാർ. അവർക്ക് മുമ്പേ ഉത്സാഹവതിയായി നടക്കുന്ന അമ്മ. യുദ്ധത്തിൽ അവൾ നേരിട്ട ദുഃഖങ്ങളിലേക്ക് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ആർക്കും വേണ്ടാത്തതായി ഈ ലോകത്ത് ആരുമില്ല. ജീവിതത്തിൻ്റെ പല ആപത്ഘട്ടങ്ങളിലും ദൈവം അവളെ കാത്തത് ഈ പാവങ്ങൾക്ക് അഭയമാകാനാണ്. ആരോരുമില്ലാതെ അവളെ ഒറ്റപ്പെടുത്തിയത്, ഒരു മകളുടെ, ഭാര്യയുടെ, അമ്മയുടെ എല്ലാം നൊമ്പരം അവളെ അറിയിച്ചത് അത്തരത്തിൽ വേദനിക്കുന്നവരുടെ ദുഃഖം മനസ്സിലാക്കാനാണ്. ആബേല ഇനി ശക്തിയായ ആബേലയാണ്. ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ല് കൊണ്ട് ആബേല നിർമ്മിക്കപ്പെട്ടു.